കൊല്ലം ചിതറയിൽ സ്കൂൾ വിട്ട് മാതാവിനൊപ്പം വീട്ടിലേക്ക് പോവുകയായിരുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥിക്കും അധ്യാപികയ്ക്കും തെരുവുനായയുടെ കടിയേറ്റു. രണ്ടുപേരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. ചിതറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും കല്ലുവട്ടാംകുഴി സ്വദേശികളായ സുനിൽ, സുജിത ദമ്പതികളുടെ മകൻ സൂര്യയ്ക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കുമ്മിൽ സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ലിൻസിക്കുമാണ് തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. എന്നെ പട്ടി കടിച്ചത് PAKയിൽ വെച്ചാണ്. PAKയിൽ ഞാൻ സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോഴായിരുന്നു കടിച്ചത്. പതുക്കെയാണ് വന്ന് കടിച്ചത്. പിന്നെ ആദ്യം കടിച്ചപ്പോൾ മുറിഞ്ഞില്ലായിരുന്നു, രണ്ടാമത് കടിച്ചപ്പോൾ താന്ന് മുറിഞ്ഞു കാലിൻ്റെ അകം. അപ്പോൾ പിന്നെ ആ ഇഞ്ചക്ഷനൊക്കെ എടുത്തു. കുമ്മിൾ സ്കൂളിലെ ടീച്ചറാണ് ലിൻസ. പോയി വരുന്ന വഴിക്ക് ചിതറ ജംഗ്ഷനിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് ആണ് പട്ടി കടിച്ചത്. അതിന് തൊട്ട് മുമ്പ് തന്നെ വേറൊരു കുട്ടിയും അതിലെ പോയ സ്കൂൾ കുട്ടിയെ തന്നെ പട്ടി കടിക്കുകയുണ്ടായി. പിന്നെ ഇത് സംബന്ധിച്ച് ചിതറ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 5 മണി കഴിഞ്ഞ സമയത്താണ് പട്ടി കടിച്ചത്. സൂര്യയുടെ അമ്മയാണ്. ഞങ്ങൾ സ്കൂൾ വിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ചിതറ PAKയുടെ അവിടെ നിന്നാണ് പട്ടി വന്ന് ആദ്യമായിട്ട് മോന്റെ കാലിൽ കടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പട്ടീനെ ഓട്ടിച്ച് കളഞ്ഞിട്ട് മോനെ കൊണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയ പിന്നെയാണ് പട്ടി ബാക്കിൽ നിന്ന് വന്ന് രണ്ടാമത് കൊച്ചിന്റെ കാല് കടിച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കാല് കഴുകിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. കുമ്മിൾ സ്കൂളിലെ അധ്യാപനം കഴിഞ്ഞ് ചിതറയിൽ ബസ് വന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകവെയാണ് അധ്യാപികയ്ക്ക് തെരുവുനായയുടെ കടിയേൽക്കുന്നത്. കുട്ടിയും അധ്യാപികയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ വലത് കാലിലാണ് കടിയേറ്റിരിക്കുന്നത്.